വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യത്താണ്. നമുക്ക് വർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഡേയിൽ ഒരുപാട് അവർ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും നമുക്ക് ആ വർക്ക് നമ്മളെ വിട്ടു പോകുന്നില്ല. സ്റ്റിൽ നമ്മൾ ആ വർക്ക് പ്ലേസിലുള്ള ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലീൻ്റെ കൂടെയോ എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പേഴ്സണലി ഒരു മീ ടൈം ഉണ്ടാകുന്നില്ല. വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടും ബേൺഡ് ഔട്ട് ആയിട്ടും ഫീൽ ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ ഈ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലേ? സോ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഈക്വലി നമ്മളുടെ ഡേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതിനും കാട്ടും എവിടെ നമ്മളുടെ എനർജി നമ്മൾ കൊടുക്കണം, എവിടെ കൂടുതൽ എനർജി കൊടുക്കണം, എവിടെ കുറച്ച് എനർജി കൊടുക്കണം എന്നുള്ള ആ ഒരു എനർജി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് ബെസ്റ്റ് ആക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാമെന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സെറ്റിംഗ് ക്ലിയർ ബൗണ്ടറീസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ലൈഫാണ്. ജോലിയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫും തമ്മിലൊരു ക്ലിയർ ബൗണ്ടറി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല ആൾക്കാർക്കും ആ ബൗണ്ടറി വെക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരത് വെക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ വർക്ക് ലൈഫിലേക്കും വന്നിട്ട് ലൈഫിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നു, വർക്കും പ്രൊഡക്റ്റീവ് ആവുന്നില്ല, അങ്ങനെയുള്ളൊരു കെയോസിലേക്ക് പോകുന്നത്. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വർക്ക് ടൈം 9:30 to 5:30 ആണെന്ന് വിചാരിക്കുക. 5:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ ടൈം അവിടെ കഴിഞ്ഞു. നമ്മൾ ചെറുതാകുമ്പോൾ സ്കൂളിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്കൂൾ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള പോലെ തന്നെ ഒരു അഡൾട്ട് ലൈഫിലേക്ക് വർക്കിൻ്റെ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളല്ലേ നമ്മളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഉള്ളൊരു സമയമാണ്. ആ സമയത്തേക്ക് നമ്മൾ വർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൊളീഗ്സ് ഇപ്പോൾ 5:30 ശേഷം വർക്ക് റിലേറ്റഡ് ആയിട്ടൊരു മെയിൽ അയക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ അവരോട് മുന്നേ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ 5:30 വരെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ സർ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ബൗണ്ടറി സെറ്റിംഗ് അത് ചെയ്യാത്ത പക്ഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ നമ്മളുടെ ആ ബൗണ്ടറീസ് വയലേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് എന്ത് ചെയ്യും, ലൈഫിൻ്റെ ടൈമിലേക്കും കൂടി എഫക്റ്റ് ചെയ്ത് നമുക്ക് വളരെയധികം ഡിസ്സാറ്റിസ്ഫാക്ഷൻ വരാനുള്ള ചാൻസസ് അധികമാണ്. സോ ബൗണ്ടറീസ് ഇല്ലാത്ത പക്ഷമാണ് നമുക്ക് എന്ത് തോന്നുന്നത്, എനിക്ക് ഈ വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ എൻ്റെ ലൈഫിലും സാറ്റിസ്ഫൈഡ് ഇല്ല എന്നൊരു ഫീലിംഗ് വരുന്നത്. പക്ഷേ ചില ആൾക്കാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരെ ബോസെന്നോ അല്ലെങ്കിൽ കൊളീഗിൻ്റെ ഭാഗത്തുനിന്നോ ഇങ്ങനൊരു ഡിമാൻഡ് ഉണ്ടാവില്ല. വർക്ക് ഹവേഴ്സ് കഴിഞ്ഞ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു എൻവയറമെൻറ്റ് ഇല്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ഓക്കെ കുറച്ചും കൂടി വർക്ക് ചെയ്യാം, എന്നാൽ ഈ പണിയൊന്ന് തീർന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളുടെ ബൗണ്ടറീസ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യാതിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ വർക്കിൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നുണ്ടാവാം, പക്ഷെ അത് ഓൺ ദി അതർ സൈഡ് നമ്മളെ ബാധിക്കുന്ന നമ്മളുടെ പേഴ്സണൽ ലൈഫിനെയും ഹാപ്പിനെസ്സിനെയും ആയിരിക്കും. ഇപ്പം തന്നെ നമ്മളുടെ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് വന്നിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് സെക്ടറിലുള്ള എംപ്ലോയീസിൽ ആഫ്റ്റർ വർക്ക് ടൈം അവർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പം അത് പോസിബിൾ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ വി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്. പക്ഷെ എന്നാലും ചില എംപ്ലോയീസിൻ്റെ ഒരു നേച്ചർ ഓഫ് വർക്കിൽ അത് പോസിബിൾ ആയിരിക്കില്ല. അവരുടെ നിലനിൽപ്പിന് അവർക്ക് ആ ഒരു കമ്പനീൻ്റെ രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കേസാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എവിടെയെങ്കിലും ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ടോ എന്ന് നോക്കി ഒരു ചെറിയ ബൗണ്ടറി അല്ലെങ്കിൽ മേ ബി ഒരു മീ ടൈം എന്നുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാനായി ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എനർജി പാറ്റേൺസ് മനസ്സിലാക്കി നമ്മളുടെ വർക്ക് ഓർഗനൈസ്ഡ് ആക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ട് ടാസ്ക് ഡിവൈഡ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് ഒന്നും കൺസിഡർ ചെയ്യാതെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ വളരെയധികം ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. എന്തെവിടെ ചെയ്യുന്നു, എവിടെയാണ് പ്രൊഡക്റ്റീവ് ആവുന്നത്, എന്തിന് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എനർജി പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മുടെ വർക്ക് ടൈം 9 to 5 ആണെങ്കിൽ ഏത് സമയത്താണ് എനിക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിരിക്കാൻ പറ്റുന്നത്. ചില ആൾക്കാർക്ക് രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു ഈവനിങ് ടീ ഒക്കെ കഴിഞ്ഞ് ഒരു ഫ്രണ്ട്സിനോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ആ ഒരു സമയത്തായിരിക്കാം. സോ നിങ്ങൾ ഏതൊരു പീരീഡ് ഓഫ് ടൈമിലാണ് ഒരു ഹൈ എനർജി ലെവലിൽ ഉണ്ടാകുന്നത്, ഏത് സമയത്ത് എനിക്ക് നല്ല പ്രൊഡക്റ്റീവായി വർക്ക് ആവാൻ പറ്റുന്നതെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ടാസ്ക് ഓർഗനൈസ് ചെയ്യുക. ഒരു വർക്ക് തുടങ്ങുന്ന ദിവസം തന്നെ നമ്മുടെ ഡെസ്കിലോ എവിടെ വർക്ക് പ്ലേസിൽ വന്നിരിക്കുന്ന സമയത്ത് ഇന്ന് ചെയ്യേണ്ട ടാസ്കുകളൊക്കെ എഴുതി വെച്ച് അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെയാണ് അർജൻ്റ് ആയിട്ട് ഇപ്പം തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ എന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ആ ഡേ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ ലൈഫിനെയും ആ ഒരു ഡേൻ്റെയും വർക്കിൻ്റെ മേലെ ഒരു കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് റിക്കവറി റിച്വൽസ് ആണ്. ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പം നമ്മളെ ടെക്കിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഒരു 2 hours അല്ലെങ്കിൽ 1 hour ഒക്കെ
വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് എക്സോസ്റ്റഡ് ആയി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് സമയമൊന്നുമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് നമ്മുടെ ഡെസ്കിൽ നിന്ന് എണീറ്റ് ജസ്റ്റ് ഒന്ന് നടക്കുക. അതിനുശേഷം വന്ന് നമ്മളുടെ ഐ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടച്ചതിന് ശേഷം മൂവ്മെൻറ്റ് ചെയ്യുക. മേ ബി കുറച്ച് വെള്ളം കുടിക്കുക, അടുത്തുള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ ഒന്നും കൂടി റീസെറ്റ് ചെയ്യണം, ഒന്നും കൂടി പ്രൊഡക്റ്റീവ് ആവാനും ആ ഒരു ബ്രേക്ക് കൊടുത്ത് പിന്നെയും വർക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. അടുത്തതായി എംപ്ലോയീസ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്കെൻ്റെ വർക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോ പറയാൻ പറ്റാറില്ല എന്നുള്ളത്. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. നിങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ ആണ് വർക്ക് വരുന്നത്. ഒരു സാറ്റർഡേ നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ ഒരു കൊളീഗോ ഒന്ന് പറയുകയാണ് ഈ ഒരു സാറ്റർഡേ വർക്ക് ചെയ്യണം, വർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ, ബാക്കി ആർക്കും ഇല്ല നീ വരണം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ സോറി ഐ എം നോട്ട് അവൈലബിൾ ആ ദിവസം, എനിക്ക് പറ്റില്ല, കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പേഴ്സണൽ എൻഗേജ്മെൻ്റ് ഉണ്ട് എന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ നമുക്ക് പറ്റണം. അത് പറയാത്ത പക്ഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോ പറയുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു സാറ്റർഡേ വരുമ്പോൾ അല്ലെങ്കിൽ ഇനി വരുന്ന സാറ്റർഡേസിലൊക്കെ ഇയാൾ അവൈലബിൾ ആയിരിക്കും, ആൾക്ക് എൻഗേജ്മെൻ്റ് ഒന്നും ഇല്ല എന്നുള്ള കാരണത്താൽ പിന്നെയും നമ്മളെ ബൗണ്ടറീസ് പുഷ് ചെയ്ത് നമ്മൾ ബേൺ ഔട്ട് ആവാനുള്ള സാധ്യത വളരെയധികം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഏത് സിറ്റുവേഷനിലും നോ പറയാൻ മടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ആൾ എന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ വർക്ക് പ്ലേസിൽ നോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വർക്കിനെ അത് ബാധിക്കുമോ, ആ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കോൺസിക്വൻസ് വരുമെന്ന് പേടിച്ചിട്ടാണ്. പക്ഷേ നമുക്കത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തുള്ള ആളുകളും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും അവർ നമ്മളുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യാനും തുടങ്ങും. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വർക്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക നമ്മളെ ബൗണ്ടറീസ് പുഷ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് വരികയാണെങ്കിൽ അവിടെ നോ പറയാൻ പഠിക്കുക. വളരെ ലൗഡായി ഡിസഗ്രി ചെയ്യാറില്ലാതെ പൊളൈറ്റായിട്ട് ഐ എം നോട്ട് അവൈലബിൾ, സോറി എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാൻഡ് ആയിട്ടുള്ള ബ്രേക്സ് ആണ്. ഇപ്പോൾ വീക്കെൻഡ് ലീവാണ് അല്ലെങ്കിൽ ഹോളിഡേയ്സ് ലീവാണ് നമുക്ക് മുൻകൂട്ടി അറിയുന്ന സമയമാണല്ലേ. സോ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ ഇൻഡൾജ് ചെയ്യാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ആ സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. പലപ്പോഴും ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് കംപ്ലീറ്റ്ലി വർക്കിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രൊഡക്ടിവിറ്റി ഗിൽറ്റ് എന്ന് പറയുന്നത്. അയ്യോ ഈ സമയം ഞാൻ വെറുതെ കളയാണല്ലോ, ഈ സമയം വർക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി വർക്ക് തീർക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതുകൂടാതെ ഇത് ഞാൻ ചെയ്ത് തീർത്തില്ലെങ്കിൽ അല്ലെങ്കിൽ മൺഡേ ഡെഡ് ലൈൻ ആണ്, ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വരുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് ഡിഫിക്കൽട്ടാണ്. നമുക്ക് തുടക്കത്തിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്ലോലി ആ ഒരു പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ യു വിൽ ഫീൽ എ ബിഗ് ചേഞ്ച് ഇൻ ടേംസ് ഓഫ് യുവർ മെന്റൽ ഹെൽത്ത്. കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ഒരു ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻഡ് ബ്രേക്സ് എടുക്കുമ്പോൾ ഉണ്ടാവും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു ലെറ്റ് us know how you feel in the comment section. ഈ വീഡിയോ നിങ്ങളുടെ ഒരു കൊളീഗിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് see you in the next video. Until then, thank you.